ഇന്ന് നമ്മുടെ നാട്ടില് ഡയാലിസിസ് സെന്ററുകൾ ഇങ്ങനെ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും ഇതിന്റെ ആവശ്യം ഇത്ര വരുന്നത് ഇന്ന്? തീർച്ചയായും. ഞാനിപ്പോൾ കണ്ണൂര് കഴിഞ്ഞ 4 വർഷത്തിൽ വർക്ക് ചെയ്യുമ്പം ഏറ്റവും അധികം ഡയാലിസിസ് സെന്ററുകൾ കൂടി വരുന്നൊരു ജില്ലയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് കണ്ണൂർ ഉം, ജില്ല. ഉം, അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷുഗറും ബിപിയും വളരെയധികം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഉം, അപ്പം ഈ രോഗം കൂടുതലാണ്, ഷുഗറും ബിപിയും കൂടുതലാണ്. ഇതിൻ്റെ കൺട്രോൾ അത്ര കറക്റ്റായിട്ട് നമ്മളെല്ലാവരും പലപ്പോഴും ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായ കാരണം. ഉം, ഇതിനൊപ്പം തന്നെ ഇങ്ങനെയുള്ള രോഗികൾ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രീനിങ് പരിശോധനകൾ, കിഡ്നിയുടെ സ്ക്രീനിങ് പരിശോധനകൾ ചെയ്ത് കിഡ്നിയുടെ രോഗം ഉണ്ടോ എന്ന് നേരത്തെ പലപ്പോഴും തിരിച്ചറിയുന്നില്ല. തിരിച്ചറിഞ്ഞാൽ തന്നെ അതിനെ ലാഘവത്തോടെ കാണുന്നു. ആ രോഗം എത്രമാത്രം മുന്നോട്ട് പോകാമെന്ന് മനസ്സിലാക്കാതെ അതിന് കറക്റ്റായ ചികിത്സകൾ എടുക്കുന്നില്ല. അപ്പം ഒരു വൈകിയ ഒരു അവസ്ഥയിലേക്ക് മാത്രം ഒരു കറക്റ്റായ ഒരു ചികിത്സയിലേക്ക് എത്തുന്നു. അങ്ങനെ എത്തിക്കഴിയുമ്പോൾ പിന്നെ ആ രോഗം എന്തായാലും ഡയാലിസിസിലേക്ക് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ഇതൊക്കെയാണ് ഡയാലിസിസ് സെൻറ്ററുകൾ കൂടി വരുന്നതിൻ്റെ കാരണം. അപ്പം ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ഡയാലിസിസ് സെൻ്ററുകൾ ഏറ്റവും അവസാന ഒരു ചികിത്സാ രീതിയായിട്ട് പോകുന്നതിന് മുൻപ് തന്നെ പ്രതിരോധമാണ് ഏറ്റവും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം. ഉം. അപ്പോൾ ഏറ്റവും ഈ കണ്ണൂർ ജില്ലയിലും ബാക്കിയുള്ള രോഗികളും ഏറ്റവും അധികം കിഡ്നി രോഗം തുടക്കത്തിലേ ചികിത്സിച്ച് അത് നിയന്ത്രിതമാക്കുക എന്നുള്ളതാണ് ഒരു ഡയാലിസിസ് സെൻ്ററുകളുടെയൊക്കെ എണ്ണം കൂടുന്നത് കൺട്രോൾ ചെയ്യാൻ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്.